ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന പ്രതിരോധം സ്വാഭാവികമായ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ പരമാധികാരത്തെയും സുരക്ഷയും വെല്ലുവിളിക്കുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ IRGC നടത്തുന്ന ആക്രമണങ്ങൾ വിദേശ ശക്തികളുടെ അനാവശ്യ ഇടപെടലുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. മേഖലയിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത് വിദേശ സൈനിക സാന്നിധ്യമാണെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. ജോർദാനിലെ അൽ അസ്രാഖ് വ്യോമതാവളത്തിൽ അമേരിക്കൻ സൈന്യത്തെ പാർപ്പിച്ചിരുന്ന 20ഓളം ഹാങ്ങറുകൾ തകർത്തതിലൂടെയും തന്ത്രപ്രധാനമായ US C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും P-8 നിരീക്ഷണ വിമാനങ്ങളെയും ലക്ഷ്യമിട്ടതിലൂടെയും ഇറാന്റെ സൈനിക മികവാണ് വെളിപ്പെടുന്നത്. അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് പ്രഹരമേൽപ്പിക്കാൻ ഇറാനിയൻ സേനയ്ക്ക് സാധിച്ചു എന്നത് മേഖലയിൽ അവരുടെ പ്രതിരോധ ശേഷി എത്രത്തോളം ശക്തമാണ് വ്യക്തമാക്കുന്നു. അമേരിക്കൻ പെന്റഗൺ പുറത്തുവിടുന്ന മരണസംഖ്യകളിലെയും നാശനഷ്ടങ്ങളിലെയും വൈരുദ്ധ്യങ്ങൾ അമേരിക്കയുടെ ആശയക്കുഴപ്പത്തെയാണ് കാണിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തുണ്ടായ കനത്ത തിരിച്ചടികൾ ലോകത്തിന് മുന്നിൽ മറച്ചുവെക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം എപ്പോഴും ശ്രമിക്കാറുണ്ട്. സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്ന അമേരിക്കയുടെ പരമ്പരാഗത തന്ത്രത്തിന്റെ ഭാഗമാണ് ഔദ്യോഗിക കണക്കുകളിലെ ഈ സുതാര്യതയില്ലായ്മ. ഇറാനിലുടനീളം അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയുമാണ് ബാധിക്കുന്നത്. പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ സാമ്പത്തികമായും സാമൂഹികമായും തകർക്കുക എന്ന യുദ്ധതന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും സാധാരണ ജനങ്ങളോടുള്ള ക്രൂരതയുമാണ്. തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുന്ന അയൽ രാജ്യങ്ങളിലെ വിദേശ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വ്യക്തമായ തന്ത്രത്തിന്റെ ഭാഗമാണ്. വിദേശ അധിനിവേശ ശക്തികൾക്ക് സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കുന്ന പ്രാദേശിക പങ്കാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. മേഖലയുടെ സുരക്ഷ മേഖലയിലെ രാജ്യങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന ഇറാന്റെ നിലപാടിന് അടിവരയിടുന്നതാണ് ഈ സംഭവം. ഏതൊരു സംഘർഷത്തിലും ആദ്യം ആക്രമണം അഴിച്ചുവിടുകയും പിന്നീട് അതിനെ പ്രതിരോധം എന്ന് വിളിക്കുകയും ചെയ്തത് അമേരിക്കയുടെ സ്ഥിരം രീതിയാണ്. ജൂലൈ 18 സംഭവ വികാസങ്ങളെ തുടർന്ന് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നയിച്ചതിലൂടെ സമാധാനപരമായ ചർച്ചകൾക്കുള്ള വാതിലുകൾ അടയ്ക്കുകയാണ് അമേരിക്ക ചെയ്തത്. ഈ ഏകപക്ഷീയ നിലപാടാണ് പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലേക്ക് തള്ളിയിടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ഭീഷണികളെയും വ്യാജ പ്രചാരണങ്ങളെയും ഒരേ സമയം ചെറുത്തു തോൽപ്പിക്കാൻ ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് സാധിക്കുന്നുണ്ട്. ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്ക പ്രതിരോധ ശൃംഖലകളെ പോലും സമ്മർദ്ദത്തിലാക്കാൻ ഇറാന്റെ മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞത് അവരുടെ ആയോധന മികവിന്റെ തെളിവാണ്. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ജനതയുടെ പ്രതീകമാണ് ഇറാൻ. അടിച്ചമർത്തലുകൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ധീരമായി നിലകൊള്ളാൻ ഇറാന് സാധിക്കുന്നത് പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. വിദേശ സേനകൾ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്നും പിന്മാറാതെ ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുലരില്ല എന്ന സത്യമാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ സൈനിക അഹങ്കാരത്തിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് സ്വന്തം അതിർത്തികളും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഇറാൻ തങ്ങളുടെ ഉറച്ച നിലപാട് തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.